മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കല്ല നമ്മളിപ്പോൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത പാലോട് രവി രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് DCCയുടെ സാരഥിയായിട്ടുള്ള പാലോട് രവി. കോൺഗ്രസ് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ദയനീയമായ പരാജയത്തിലേക്ക് പോകും ഇപ്പോഴത്തെ അവസ്ഥയിലാണ് എങ്കിൽ എന്ന് പാലോട് രവി സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായിട്ട് മാറും. LDFന് മൂന്നാമതും ഭരണം കിട്ടും. തുടർ ഭരണത്തിലേക്ക് LDFന് പോകേണ്ടി വരും. ഇവിടെ കോൺഗ്രസ് വലിയ പതനത്തിലേക്ക് പോകും. കോൺഗ്രസ്സുകാരിൽ പലരും BJPക്കാരായിട്ട് മാറും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സൂചനകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കോൺഗ്രസ് നേതാവ് പാലോട് രവി ഇന്ന് മറ്റൊരു വ്യക്തിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഫോൺ സംഭാഷണം വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഗൗരവമേറിയ വിഷയമാണ് അത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾക്ക് വീണ്ടും പാലോട് രവിയുടെ ആ സംഭാഷണം കേൾപ്പിക്കേണ്ടതുണ്ട്, കാണിക്കേണ്ടതുണ്ട്. പാലോട് രവി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് പാലോട് രവിയുടെ ആ സംഭാഷണം ഇപ്പോൾ തയ്യാറാക്കി നമ്മുടെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി വരും. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം പാലോട് രവി രാജിവെച്ചിരിക്കുന്നു എന്നുള്ള പുതിയ വാർത്ത വരുന്നു. പാലോട് രവി സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു രാജിയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ആ രീതിയിൽ ഈ സംഭാഷണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പരിച്ഛേദമാണ് എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായം ഒരു ഭാഗത്ത് ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാവുന്ന ആയുധമായിട്ട് ഭരണപക്ഷം LDF അത് ഉപയോഗിക്കുമോ, BJP തന്നെ ഉപയോഗിക്കുമോ എന്നുള്ള ആശങ്കകൾ പല നേതാക്കളും പ്രകടിപ്പിച്ച് കാണുകയുണ്ടായി. ഇപ്പോൾ പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്നു. തൻ്റെ വാക്കുകൾ ഫോണിലൂടെ ഒരു വ്യക്തിയുമായി, പ്രാദേശിക നേതാവുമായി നടത്തിയ സംഭാഷണം അത് സ്വകാര്യമായൊരു സംഭാഷണം എന്നുള്ള നിലയ്ക്ക് ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒന്നാണ് എങ്കിൽ പോലും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് വ്യാപകമായി പ്രചരിക്കുകയും മാധ്യമങ്ങൾ അത് പ്രധാന വാർത്തയാക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് പാലോട് രവി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. വിവാദ ഫോൺ സംഭാഷണത്തിൻ്റെ പിറകെയാണ് ആ രാജി. അതിനിടയാക്കിയ സംഭാഷണങ്ങൾ കാണാം. മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കുന്നത്. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു. വെറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പഴഞ്ഞു നമ്മളൊക്കെ നടക്കാമെന്ന് കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. പാലോട് രവിയുടെ രാജി KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. പാലോട് രവി നടത്തിയ സംഭാഷണം, ഫോണിലൂടെ നടത്തിയ പ്രാദേശിക നേതാവുമായി നടത്തിയ സംഭാഷണം വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ തുറന്നു കാണിക്കുന്നതാണ് എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തപ്പെട്ടിരുന്നു. KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇത് ഗൗരവമേറിയ ഒന്നാണ്, അതിൽ നടപടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ സൂചനയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ആ രാജി KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. വിവാദമായ ഒരു ഫോൺ സംഭാഷണം. ആ ഫോൺ സംഭാഷണം എന്ന് പറയുന്നത് 3 തരത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു. ഒന്ന്, കോൺഗ്രസിന് പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്ത രീതിയിൽ അതിൻ്റെ ഉൾപാർട്ടിയിലെ പ്രവർത്തന സമ്പ്രദായവും അതിൻ്റെ ശക്തിയും കുറഞ്ഞിരിക്കുന്നു. പ്രവർത്തിക്കാൻ ആളില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നതിലെ നിരാശയും വിഷമവും പങ്കുവെച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു ഈ സംഭാഷണം.
പാലോട് രവിയും ഒരു പ്രാദേശിക നേതാവും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പാലോട് രവി തൻ്റെ ഉള്ളിലുള്ള ആത്മരോഷവും ധർമ്മസങ്കടവും പാർട്ടിയുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടിനെ കുറിച്ചുള്ള ധർമ്മസങ്കടവും ഒക്കെ ഒരു പ്രാദേശിക നേതാവിനോട് ആത്മാർത്ഥമായിട്ട് ഫോണിലൂടെ സൂചിപ്പിക്കുകയായിരുന്നു. ഒരു കാരണവശാലും പുറത്ത് പറയാൻ പാടില്ലാത്ത, ഒരു കാരണവശാലും പുറത്ത് വരാത്ത ഒരു കാര്യം അത്രമേൽ സ്വതന്ത്രമായ രഹസ്യമായ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ മറ്റൊരു പാർട്ടി പ്രാദേശിക നേതാവിനോട് നമ്മുടെ പാർട്ടി ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് മറ്റൊരു നേതാവിനോട് പറയുന്ന ഒന്നായിരുന്നു. പക്ഷേ അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും അതിൽ പാലോട് രവിക്കെതിരെ നടപടി പാർട്ടി എടുത്താൽ അത് വലിയ രീതിയിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകും. പാർട്ടിക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മളുടെ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആശങ്ക പങ്കുവെക്കുന്ന ഒരു കാര്യം ഫോണിലൂടെ സംസാരിച്ചതിൻ്റെ